ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. സോ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇന്ന് ക്രിസ്മസ് അല്ലേ? ഇന്നല്ല, ഇപ്പോൾ ക്രിസ്മസ് അല്ലേ? അപ്പോൾ ഞങ്ങൾ കരുതി ചെറുതായിട്ടൊന്ന് ഡെക്കറേറ്റ് ചെയ്യാമെന്ന് ചെറിയൊരു ക്രിസ്മസ് ട്രീ വാങ്ങിച്ചു. ഞാനൊരു ഷോപ്പിൽ പോയി മേടിച്ചതാണ്, ഓൺലൈനൊന്നും മേടിച്ചതല്ല. അതുപോലെ കുറച്ച് ഈ ട്രീ ഒക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിച്ച് ഞാൻ വിചാരിച്ച് അതെല്ലാം കൂടെ ചെയ്യുന്നതിനൊരു വീഡിയോ ചെറുതായിട്ടിടാമെന്ന്. ഓക്കെ, ഞാൻ ഇതിന് എത്ര രൂപയെന്ന് പറയാം. ഈ ട്രീക്ക് 550 രൂപയായിരുന്നു പറഞ്ഞത്. പിന്നെ നമ്മൾ ബാർഗെയിൻ ചെയ്ത് ഒരു 400 രൂപയ്ക്ക് കിട്ടി. ഡയറക്റ്റായിട്ട് പോയി മേടിച്ചത് ഇവിടെ ബാംഗ്ലൂർ. നാട്ടിലാണെങ്കിൽ അതിനേക്കാളും റേറ്റ് ആവും, എന്താണേലും ആകുമെന്ന് തോന്നുന്നു. പല കടയിൽ പല റേറ്റായിരുന്നേ. പിന്നെ ഈ ഒരു സാധനം മേടിച്ച്, ഇങ്ങനെ ഉണ്ട പോലത്തെ ചെറി ഇതിന് 60 രൂപ 70 രൂപ സംതിങ് എന്തോ ഉള്ളായിരുന്നു. ഞങ്ങൾ വേറൊരു കടയിൽ ചോദിച്ചപ്പോൾ അവർ 120 രൂപയൊക്കെ റേറ്റ് പറയുന്നുണ്ടായിരുന്നേ. അത് പല കടയിലും പല റേറ്റാണ്, നമ്മൾ പോയി നോക്കണം. ഓക്കെ, ഇത് അതേപോലെ ഇങ്ങനൊരു സ്റ്റാർ, ഇതിന് 40 രൂപ 50 രൂപ സംതിങ് ആയിരുന്നു. ഓക്കെ, പിന്നെ ഇവിടെ കണ്ടില്ലേ മേരി ക്രിസ്മസിൻ്റെ കുറേ ബോൾസും, 3 ബോളും 3 ഗിഫ്റ്റും, ഒരു ബെല്ല്, ഒരു ക്രിസ്മസ് പാപ്പ, അങ്ങനത്തെ ഒരെണ്ണം. ഇതിനും 60 രൂപ 70 രൂപ സംതിങ് എന്തോ ഉള്ളായിരുന്നു. അതുപോലെ കുറേ മാൻ പിന്നെ മാനെന്നല്ല, വേറെന്താണ് പറയുക ഈ സാധനത്തിന്, ഞാൻ മറന്നുപോയി. ക്രിസ്മസിൻ്റെ സാധനം. ഇതിനും 60 രൂപ എന്തായിരുന്നു, അല്ല 60 അല്ല 70 സംതിങ്, ആ ഒരു റേഞ്ച് തന്നെയായിരുന്നു. ഇതിനും അത്യാവശ്യം റേറ്റ് കുറവായിട്ട് തന്നെ ആ ഒരു ഷോപ്പിൽ ഞങ്ങൾക്ക് തോന്നിയത്. പിന്നെ അതുപോലെ കണ്ടില്ലേ ഇങ്ങനത്തെ സാധനം, എൻ്റെ മാല പോലത്തെ. വേണമെങ്കിൽ ഇതിനകത്ത് ട്രീക്കകത്ത് തന്നെ വേണമെങ്കിൽ ട്രീ കുറച്ചും കൂടെ ബുഷിയായിട്ട് തോന്നാൻ വേണ്ടിയിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലുമൊക്കെ ഡെക്കറേറ്റീവ് ഐറ്റംസ് ആയിട്ട് യൂസ് ചെയ്യാം. ഇത് കണ്ടില്ലേ ഇങ്ങനത്തെ ഐറ്റംസൊക്കെ നമുക്ക് ഉണ്ടാക്കാം. ഇത് ഞാൻ ഉണ്ടാക്കിയതാണ്. ലൈക്ക് ഇത് നമ്മൾ ഷോപ്പിൽ പോയി നോക്കിയപ്പോൾ ഇങ്ങനത്തെ ഒരു സാധനത്തിന് 120 രൂപ. ഓക്കെ, ഞാൻ ഇതൊരെണ്ണം മേടിച്ചു 40 രൂപ. ഓക്കെ, 40 രൂപയുടെ സാധനം മേടിച്ചിട്ട് ഒരു പന്ന ബെൽറ്റിനകത്ത് ചുറ്റി ഇങ്ങനെ ഉണ്ടാക്കിയതാണ്. ഇതിനകത്ത് ഇവിടെ നമുക്ക് എന്തെങ്കിലും വെക്കാം, ഇവിടെ സ്റ്റാറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇങ്ങനെ നമുക്ക് വെച്ചിട്ട് ഡെക്കറേറ്റ് ചെയ്യാം, ഭിത്തിയിലൊക്കെ ഇങ്ങനെ തൂക്കാം. ഇതും പല റേറ്റാണ് പല ഷോപ്പിൽ. ഞാൻ ഒരു ഷോപ്പിൽ നോക്കിയപ്പോൾ 75 രൂപയായിരുന്നു, വേറൊരു ഷോപ്പിൽ നോക്കിയപ്പോൾ 45 രൂപ, വേറൊരു ഷോപ്പിൽ 40 രൂപ, അങ്ങനെയായിരുന്നു. ഇതൊരെണ്ണം മേടിച്ചു. അതുപോലെ ഇങ്ങനെ ഒരെണ്ണം, സെയിം സാധനം വൈറ്റ് കളർ 2 മീറ്ററിൻ്റെ ഒരെണ്ണം, ഇതൊരെണ്ണം വാങ്ങി. പിന്നെ ഒരു സ്റ്റാർ ഇടാന്ന് വെച്ചിട്ട് ഒരു സ്റ്റാർ വാങ്ങി. നോർമൽ നമ്മുടെ പേപ്പർ സ്റ്റാർ ഇല്ലേ, അങ്ങനത്തെ ഒരു നോർമൽ സ്റ്റാർ. ഇതൊക്കെ നമുക്ക് ഉണ്ടാക്കാവുന്നതേ ഉള്ളേ, പിന്നെ സമയമില്ലാത്തതുകൊണ്ട് ഞങ്ങൾ വാങ്ങി. പിന്നെ ഇങ്ങനത്തെ ലൈറ്റ്, ഇതും ഷോപ്പിൽ കണ്ടിട്ട് നല്ല ഭംഗിയുണ്ട്. ഇതും പല ഷോപ്പിലും പല റേറ്റാണ് പറഞ്ഞത്. 650 രൂപയൊക്കെ ഒരു ഷോപ്പിൽ പറഞ്ഞത്. പിന്നെ ഞങ്ങൾ 300 എത്രാണ്ട് രൂപയ്ക്ക് വേറൊരു ഷോപ്പിൽ നിന്ന് കിട്ടി. ഞാൻ കാണിക്കാം, കത്തിച്ചണിക്കാം. ഓക്കെ, കണ്ടോ നല്ല രസമല്ലേ ഇത് കാണാനായിട്ട്? നല്ല അവിടെ ഷോപ്പിൽ നിന്ന് തൂക്കിയിട്ടേക്ക് കണ്ടിട്ട് ഇതിൻ്റെ ഭംഗി കണ്ടിട്ട് വാങ്ങിയതാണ്. ഇങ്ങനെ നമുക്ക് തൂക്കിയിടാം, ബാൽക്കണിയിലൊക്കെ ഇങ്ങനെ ഇടാം, അങ്ങനെ വാങ്ങിയതാണ്. ഓക്കെ, പിന്നെ ഈ ഒരു ലൈറ്റും ഇതിനും 200 സംതിങ് ആയിട്ടുള്ളൂ. നമുക്കിനി ഇതൊക്കെ ഇടാമേ. പൊട്ടിക്കശ ഇതെനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ചെറി ഇത് പന്നലായില്ലെങ്കിൽ അടുത്ത വർഷം നമുക്ക് യൂസ് ചെയ്യാം. പക്ഷെ ഇതെല്ലാം തെർമോക്കോളാ. നമ്മൾ ട്രീയെ റെഡിൽ കുളിപ്പിക്കാൻ പോകും. അതെ.
ഓക്കെ. സോ ഗൈസ്, ഞാൻ ഈ സാധനം വെച്ചിട്ട് ഒരു കുട്ടി ട്രീ ഉണ്ടാക്കാൻ പോവാണ്. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. പിൻട്രസ്റ്റിലും ആണെങ്കിലും കുറേ പേര് യൂട്യൂബിലും അവിടെ ഇവിടെ എല്ലാം ഇട്ടിട്ടുണ്ട്. ചുമ്മാ ഉണ്ടാക്കാം. നമ്മളിങ്ങനെ ഒരു ന്യൂസ് പേപ്പർ എടുക്കുക, നടുക്കൂടെ മടക്കി, എന്നിട്ട് നമ്മളിങ്ങനെ കോൺ പോലെ തൊപ്പിയൊക്കെ ഉണ്ടാക്കുന്നതിന് കൂട്ട് ജസ്റ്റ് ഇങ്ങനെ മടക്കുക. ഓക്കെ, ഇത്രേ ഉള്ളൂ ഗൈസ്, ഇത്രേ ഉള്ളൂ. ഇത്ര സംഭവം തീർന്നു. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എനിക്ക് കപ്പലിൻ്റെ ഉണ്ടാക്കുന്ന സാധനമില്ലേ, അത് തന്നെ നമ്മളിങ്ങനെ കറക്റ്റ് ക്രോസ് ചെയ്ത് ഈ വെട്ട് മൊത്തത്തിൽ ഇങ്ങനെ ഒട്ടിക്കാം. അത് എളുപ്പം. ഒട്ടിച്ചു കഴിഞ്ഞു. ഇതാണ് എളുപ്പം. എല്ലാവരും എന്നോട് വീണ്ടും ക്ഷമിക്കണം. ഓക്കെ, കഴിഞ്ഞു. ഇനി നമുക്കിത് ലെവലിനൊന്ന് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. സോറി ഗൈസ്, കുറച്ച് എക്സ്ട്രാ വന്നിട്ടുണ്ട്. നമുക്കത് മുറിക്കണം. നമുക്കിങ്ങനെ വെച്ചിട്ട് ഒന്നും കൂടെ മുറിക്കാം. വീണ്ടും പോയി ഗൈസ്. എന്താ പറ്റുന്നത്? ഓക്കെ, ഞാൻ പിന്നെ മുറിച്ചു. ഇപ്പം ഏകദേശം ആയിട്ടുണ്ട്. ഓക്കെ, സെറ്റ്. നമുക്കിനി ഇത് ഇങ്ങനെ വെച്ചൊട്ടിക്കണം. നെക്സ്റ്റ് നമുക്ക് ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാക്കാം, ഒരു റീത്ത്. ഓക്കെ, ഇങ്ങനത്തെ ഒരു സാധനം ഉണ്ടാക്കാം. ഇനി നമുക്കൊരു വളയം വേണം. വളയം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതുപോലത്തെ പന്ന ബെൽറ്റ് ഉണ്ടെങ്കിൽ ബെൽറ്റ് എടുത്തോ, ഇല്ലെങ്കിൽ എന്താ പറയുന്നത്, എന്തെങ്കിലും ഒരു കാർഡ്ബോർഡ് ഇതുപോലത്തെ കാർഡ്ബോർഡ് കിട്ടില്ലേ, ഇച്ചിരി വലുത്, അത് നമ്മൾ റൗണ്ടിൽ കട്ട് ചെയ്യുക. എന്നിട്ട് അതിൻ്റെ മേളിൽ കൂടെ ഒന്നും കൂടെ കട്ട് ചെയ്യുക. അപ്പോൾ നമുക്കൊരു വളയം കിട്ടും. ഓക്കെ, അതിനകത്ത് നമുക്ക് ചുറ്റും ഉണ്ടാക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ കാർഡ്ബോർഡും ഇല്ല. ഞാൻ എന്ത് ചെയ്യുക വെച്ചാൽ ന്യൂസ് പേപ്പർ എടുത്തിട്ട് ജസ്റ്റ് ഇതൊരു ന്യൂസ് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മൾ ഇങ്ങനെ മടക്കി അങ്ങ് അറ്റം വരെ കൊണ്ടുപോകാം. കാണിച്ചു തരാം. ചുമ്മാ വൃത്തിക്കൊക്കെ എടുത്തോണേ നിങ്ങൾ എടുക്കുമ്പോൾ. ഞാൻ ചുമ്മാ കാണിക്കാൻ എടുക്കാം. ഒക്കെ ഇങ്ങനൊരു ന്യൂസ് പേപ്പർ ഇങ്ങനെ മടക്കുക. എന്നിട്ട് നമ്മളിത് നൈസ് ഇങ്ങനെ നന്നായിട്ട് ഇങ്ങനെ തേച്ച് വിടുക. എന്നിട്ട് ഇവിടെ ഒരു ഓപ്പണിങ് വരും. അത് നമുക്ക് എന്തെങ്കിലും വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. നിങ്ങൾ നല്ലതായിട്ടൊക്കെ ഒട്ടിക്കണം. ഞാൻ ജസ്റ്റ് കാണിക്കുന്നതേ ഉള്ളേ. സെല്ലോ ടേപ്പോ ഗ്ലൂ ഗണ്ണോ ഫെവിക്കോളോ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുക. അപ്പോൾ ഇത് ഒട്ടാവും. എന്നിട്ട് നമ്മളിതിങ്ങനെ മടക്കുക. ഓക്കെ, എന്നിട്ട് മടക്കുമ്പോൾ എന്നിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റാപ്ലർ അടിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും വെച്ച് ഒട്ടിക്കുകയോ ചെയ്യാം. ഞാൻ ജസ്റ്റ് ഇതിനകത്ത് ഒരു ഹോള് കിട്ടും, ഇതിനകത്തോട്ട് ഞാൻ കയറ്റി വെക്കുക. ഇതുപോലെ കുറേ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ചുരുട്ടിയിട്ട് ഇങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് വെച്ചാലും മതി. അപ്പോൾ നമുക്ക് നല്ല കട്ടി കിട്ടുമേ. ഇങ്ങനെ കയറ്റി വെക്കുക. കയറ്റി വെക്കുമ്പോൾ നമുക്കൊരു വളയം കിട്ടും. ഇത് കറക്റ്റാക്കി എടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് ഇതിനകത്ത് ചുറ്റാം. ഇത് നമുക്കിവിടെ ഒട്ടിക്കാം. അതുപോലെ ഞാനിപ്പോൾ ഒരെണ്ണം എടുത്തതാണ് ഇത്. ഞാൻ ജസ്റ്റ് ഇതിനകത്തോട്ട് കയറ്റുവാണിത്. ഓക്കെ, ഞാനിങ്ങനെ കയറ്റി ഇനി ഇതും ഒന്ന് ജസ്റ്റ് ഒട്ടിക്കണം. സെല്ലോ ടേപ്പ് വെച്ച് ഒട്ടിക്കാം. ഇനി നമുക്ക് എവിടെ പോയി ഇതെടുത്തിട്ട് ഇതിനകത്തിങ്ങനെ ചുറ്റി കൊടുക്കാം. ഓക്കെ, ഫസ്റ്റ് വൺ നമുക്ക് ഒട്ടിച്ചു കൊടുക്കാം സെല്ലോ ടേപ്പ് വെച്ചിട്ട്. ഓക്കെ, ബാക്കി നമുക്ക് ജസ്റ്റ് ഇങ്ങനെ ചുറ്റി കൊടുത്താൽ മതി.
സോ അങ്ങനെ നമുക്ക് 2 എണ്ണം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഒരു മണി പോലത്തെ സാധനം എടുത്തിട്ട് ഇവിടെ നമുക്ക് തൂക്കിയിടാം വേണമെങ്കിൽ, ഉണ്ടെങ്കിൽ. നമ്മുടെ ഇല്ല, അതുകൊണ്ട് ഞാൻ തൂക്കുന്നില്ല. ഞാൻ കാണിക്കാമേ, ജസ്റ്റ് ഇങ്ങനെ കണ്ട. കണ്ട, നല്ല ഭംഗിയില്ലേ? ഇത് റൗണ്ട് ഷേപ്പല്ല, ഇതൊരു ഓവൽ മാതിരി ഷേപ്പ്. നല്ല കൊള്ളാം. ഓക്കെ, ഡൺ. ഇത്ര ഉള്ളൂ.